ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ്സിൽ വെച്ച് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന പോർഷൻ ഇൻഫ്ലേഷൻ ആയിരുന്നു. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ബിസിനസ് സൈക്കിളായിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത്. എങ്ങനെയാണ് ഒരു ബിസിനസ് സൈക്കിൾ പോകുന്നത്? ഇറ്റ്സ് എൻ എഫ് വേവ് ലൈക്ക് മോഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനീഷ്യൽ എന്തൊക്കെ സ്റ്റേജസിലൂടെ പാസ് ചെയ്തിട്ടാണ് ഫൈനൽ ഡിപ്രഷൻ സ്റ്റേജ് വരെ ഇത് എത്തുന്നത്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു വാട്ട് ഈസ് മെൻ ബൈ ഇൻഫ്ലേഷൻ. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പം എന്ന് പറയുന്നത് തന്നെയാണ് ഇൻഫ്ലേഷൻ. സോ ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ ഓഫ് റൈസിങ് പ്രൈസ് which cause a decline in the purchasing power of money. നമുക്ക് വാങ്ങാനുള്ള പൈസയുടെ മൂല്യം കുറയ്ക്കുക. അല്ലെങ്കിൽ പണ്ട് ഒരു സാധനം വാങ്ങിക്കൊണ്ടിരുന്ന വിലയ്ക്ക് നമുക്കിപ്പോൾ ആ സാധനം വാങ്ങാൻ പറ്റുന്നില്ല. 100 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സാധനം ഇപ്പോൾ 100 രൂപ കൊടുത്താൽ കിട്ടത്തില്ലെങ്കിൽ ആ സിറ്റുവേഷനെ നമുക്ക് ഇൻഫ്ലേറ്റഡ് സിറ്റുവേഷൻ എന്ന് പറയാം. ബിക്കോസ് our value of money has decreased from that of the previous time. So it is a state in which the value of money is falling, that is prices are rising. Prices will be rising. ആ ഒരു ഐറ്റത്തിന് 100 രൂപയ്ക്ക് വേറെ ഇപ്പോൾ എത്രയായിരിക്കും? 200 രൂപയായിരിക്കും. സോ 100 രൂപ കൊണ്ടുപോയാൽ നമുക്ക് ആ ഗുഡ്സ് വാങ്ങാൻ പറ്റാതെ വരുന്നു. സോ ഇൻഫ്ലേഷൻ occurs when the volume of money actively bidding for the goods and services increases faster than the available supply of goods. അപ്പോൾ ഗുഡ്സിൻ്റെ സപ്ലൈയേക്കാളും കൂടുതൽ വേഗത്തിൽ നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ വോളിയം ഓഫ് മണി കൂടി വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുക. ദിസ് ഇസ് എ ഡെഫിനിഷൻ ഗിവൻ ബൈ ദ പ്രൊഫസർ ഗോൾഡൻ വീസർ. So this definition gives inflation as a monetary phenomenon. അല്ലേ, monetary termsലാണ് പറയുന്നത്. If there is increase in prices which can't be met or which will cause a decline in the purchasing power of money, it's called as inflation. So what are the causes of inflation? ഇനി നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്? എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ നമ്മുടെ ഗുഡ്സിൻ്റെ സർവീസ് ഡിമാൻഡ് കൂടുക, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സിൻ്റെ സർവീസസിൻ്റെ സപ്ലൈ കുറയുക. ദീസ് ആർ ദ ടു കോസസ് ഫോർ ഇൻഫ്ലേഷൻ. So first one, increase in demand of goods. ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുക, അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകും. അപ്പോൾ അതിന് കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കാം ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് കൂടാൻ കാരണങ്ങൾ? അതിൽ ഒന്നാണ് ഇൻക്രീസ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമ്മളുടെ ചിലവ് പബ്ലിക് സെക്ടർ പ്രൈവറ്റിലാണെങ്കിലും ഒക്കെ നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ ഗിവ് റൈസ് ടു മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് മോർ പർച്ചേസിങ് പവർ. അങ്ങനെ ഇൻഫ്ലേഷന് കാരണമാകാം. That is one case. Then reduction in the tax rate increases the purchasing power of people. നമ്മൾ ടാക്സ് റേറ്റ് കൂടി വരിക, അങ്ങനെ ആകുമ്പോഴും എന്ത് പറ്റും? പർച്ചേസിങ് പവർ കൂടി വരും. ടാക്സ് റേറ്റ് നമ്മൾ കുറയ്ക്കുക. ടാക്സ് റേറ്റ് കുറയ്ക്കുമ്പോൾ എന്ത് പറയും? നമ്മളുടെ കയ്യിൽ കൂടുതൽ പൈസയുണ്ട്. സോ വി വിൽ ബൈ മോർ. സോ ദ പർച്ചേസിങ് പവർ ഇസ് ഇൻക്രീസിങ്. അതേപോലെ പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴും ദ മണി ഈസ് ഇൻക്രീസിങ് ഓർ ദ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ഇൻക്രീസിങ്. സോ ദാറ്റ് ബൈ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പർച്ചേസിങ് പവർ. വേറൊരു കോഴ്സാണ് ഇൻക്രീസ് ഇൻ ദ പർച്ചേസിംഗ് പവർ ഡ്യൂ ടു റീപേയ്മെൻറ്റ് ഓഫ് ദ പാസ്റ്റ് ഡെപ്റ്റ് ബൈ ദ ഗവൺമെൻറ് ടു ദ പബ്ലിക്. എന്തെങ്കിലും ഡെപ്റ്റ് ഗവൺമെൻറ് പബ്ലിക്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം നമ്മൾ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ പർച്ചേസിംഗ് പവർ. ദെൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ is another result for increasing demand. നമുക്കറിയാം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടി വരും. ആൻഡ് ലിബറൽ മോണിറ്ററി പോളിസി ആണെങ്കിലും എന്ന് വെച്ചാൽ ബാങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രെഡിറ്റ് പോളിസീസ് കിട്ടുന്നു അല്ലെങ്കിൽ എമൗണ്ട് കിട്ടുന്ന ഒരു ചാൻസ് വന്നാലും ഇൻഫ്ലേഷൻ വിൽ ബി കോസ്റ്റ്. അനദർ ഇതെല്ലാം ഡിമാൻഡ് കൂടാൻ ഗുഡ്സിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡിമാൻഡ് കൂടാനുള്ള കാരണങ്ങളാണ്. വെൽ ദർ ആർ ഓൾസോ കോസസ് which are responsible for decrease in the supply of goods and services, which will also cause this inflation. Of which the first factor is excessive export, which lead to the shortage of goods and services. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ഗുഡ്സ് എല്ലാം നമ്മൾ എക്സ്പോർട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. സോ എക്സ്പോർട്ട് മാത്രം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇവിടെ സപ്ലൈ കുറയും. സപ്ലൈ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ സംഭവിക്കാം. സപ്ലൈ കുറവ്, അപ്പോൾ സാധനം വാങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ പൈസ കുമിഞ്ഞു കൂടുന്നു. Then shortage in the supplies of factors of production which give rise to decline in the production. Factors of production ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ കുറയുകയാണ്, നമുക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കാനില്ല. ഇൻ ദാറ്റ് കേസ് ഓൾസോ ദ ഡിമാൻഡ് there will be decrease in the supply of goods. Then occurrence of natural calamities, എന്തെങ്കിലും കലാമിറ്റി ഉണ്ടാവുക, ഫ്ലഡ്, ഡ്രൗട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെയും റോ മെറ്റീരിയൽസിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും, അങ്ങനെ സ്റ്റോക്ക് കുറയും. That will also lead to the decrease in demand or decrease in supply, and which will lead to inflation. And the last, hoarding by traders in anticipation of further price rise. പക്ഷെ ചിലയിടത്ത് നമ്മൾ കേൾക്കാറുണ്ട്, അവർ സാധനങ്ങൾ പൂഴ്ത്തി വെച്ചു, കച്ചവടക്കാർ സാധനങ്ങൾ പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്നത്. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ പ്രൈസ് പിന്നെയും കൂടുമ്പോൾ ഇത് കൂടിയ വിലയ്ക്ക് വിൽക്കാമല്ലോ എന്ന് വെച്ചിട്ട് സാധനങ്ങൾ പൂഴ്ത്തി വയ്ക്കുന്നതിനെയാണ് ഇവിടെ ഹോർഡിങ് എന്ന കൺസെപ്റ്റ് പറയുന്നത്. നമ്മുടെ
ഉള്ളിയുടെ വിലയൊക്കെ കൂടി വന്ന സമയത്ത് നമ്മുടെ പല ട്രേഡേഴ്സും കാണിച്ച ഒരു പ്രോസസ്സായിരുന്നു ദിസ് ഹോർഡിങ് പ്രോസസ്സ്. ദേ സ്റ്റോക്ക് ദിസ് ഇൻ ദ ഗോഡൗൺസിൽ അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് കുറച്ചുകൂടെ ഡിമാൻഡ് കൂടട്ടെ, അല്ലെങ്കിൽ സപ്ലൈ കുറച്ചുകൂടെ കുറയട്ടെ എന്ന് കാത്തിരുന്നു. അതും ഇൻഫ്ലേഷന് കാരണമാവുന്നത്. സോ വാട്ട് ആർ ദ മേജർ കോസസ് ഫോർ the increase in the demand and decrease in the supply were discussed. So these are the major causes for inflation. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കൊണ്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുക എന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാം? ദാറ്റ് ഈസ് ഹൗ ടു മെഷർ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. There are two methods for determining the rate of inflation, that is the percentage change in the price index number and change in the GNP deflator. There are two ways in which PIN, measurement inflation through PIN, and measuring inflation through GNP, gross national product. So first നമ്മൾ പഠിക്കുന്നത് the measuring inflation through PIN. PIN is simply the price index numbers. Price index number എന്നാ പറയുക. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈക്വൽ ടു PIN T minus PIN T minus 1 by PIN T into 100. So here this PINT is the price index number of the year selected for measuring the inflation, and PIN T minus 1 is the price index number of the previous year of the year selected for measuring inflation. ഈ വർഷത്തെ PINT ന്നും കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഒരു വർഷം മുന്നുള്ളതിന് P minus T minus 1 PIN T minus 1 എന്ന് മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, so 1 minute. So here there are two terms which give this PIN. നമ്മുടെ പ്രൈസ് ഇൻഡെക്സ് നമ്പറിനെ ഗീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് പകരം യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് നമ്മുടെ എക്കോണമിയിൽ. ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ രണ്ടുമാണ് ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ്. ദാറ്റ് ഇസ് WPI ആൻഡ് CPI, ഹോൾസെയിലർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ 1991-1992 ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. PINT minus 1 by PINT into 100. സോ ഇവിടെ 1991 to 92 WPI തന്നിട്ടുണ്ട്, 1990 to 91 തന്നിട്ടുണ്ട്. സോ വിച്ച് വിൽ ബി ദ PINT minus 1? 182.9 അല്ലേ? മുമ്പത്തെ വർഷത്തെ, ഇപ്പോഴത്തെ വർഷമാണ് 91-92 എങ്കിൽ ഇതിന് മുന്നത്തെ വർഷമാണ് T-1 വരുന്നത്. സോ 207.08 minus 182.7 by 182.7 into 100. ഓക്കെ, സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻഫ്ലേഷൻ റേറ്റ്. സോ ഈ ഇൻഫ്ലേഷൻ റേറ്റിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ഇൻഫ്ലേഷൻ റേറ്റ് മീൻസ് ദാറ്റ് ദ പ്രൈസ് ഡിഡ് റൈസ് ബൈ 13.74 in 1991 to 92 ആസ് കമ്പയർഡ് ടു ദ ഇയർ 1990 to 1991. ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് ഇന്ന് വാങ്ങുന്ന ഒരു പെൻ, ഒരു 100 രൂപയാണ് ആ പെണ്ണിനെങ്കിൽ, നാളെ എനിക്കത് വാങ്ങണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ടത് 113.74 റുപ്പീസ് ആയിരിക്കും. മനസ്സിലായി? സെയിം കമ്മോഡിറ്റി അടുത്ത വർഷം എത്തിയപ്പോൾ കൂടി. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അതാണ് കാണിക്കുന്നത്. എത്ര % ആണോ അത് കൂടും. 100 ആയിരുന്നതിന് 100 ഇൻറ്റു or 100 പ്ലസ് ദിസ് റേറ്റ് വരും. ദാറ്റ് ഇസ് 113.74. ഇനി ഇത് ഒരു മെത്തേഡ് മാത്രമാണ്. ദാറ്റ് ഈസ് മെഷറിങ് ഇൻഫ്ലേഷൻ ത്രൂ PIN എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് the price index numbers like the wholesaler price index and consumer price index. ഈ ഒരു പ്രോബ്ലം പോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം WPIയോ CPIയോ തന്നാലും സെയിം രീതിയിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും. അതിൻ്റെ ഇൻഫ്ലുവൻസ് എഴുതേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഇൻഫ്ലേഷൻ റേറ്റ് ഇത്രയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ദ പ്രൈസ് വിൽ റൈസ് ബൈ ദിസ് % ഇൻ ദ നെക്സ്റ്റ് ഇയർ. സോ 100 രൂപയ്ക്ക് വിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ റേറ്റ് വരുന്നത് 20 എന്നാണെങ്കിൽ 120 റുപ്പീസ് ആകും എന്നതാണ് റേറ്റ് വരുന്നത്. Second method is measuring inflation through GNP, that is gross national product deflator, GNP deflator. GNP deflator is the rate of nominal GNP to real GNP. Nominal GNP by real GNP into 100 ആണ് GNP deflator. എത്രത്തോ deflative means മാറ്റം വരുന്നു. അപ്പം നോർമൽ GNP എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിലുള്ള GNP. കറണ്ട് GNP is at a constant, റിയൽ GNP എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റേറ്റിലുള്ള നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്നതാ. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് GNP ഡിഫ്ലേറ്ററിലെ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യസ് നോമിനൽ GNP 1993 to 94 കോസ്റ്റ് ഇത്ര ക്രോസ് ആണെന്നും റിയൽ GNP
2,33,805 crores ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ GNP ഡിഫ്ലേറ്റർ എങ്ങനെയായിരിക്കും? ഏറ്റവും നോമിനൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മളുടെ ഈ വർഷത്തെ 7,19,548 by 2,33,805 into 100. So it is calculated that 307.755 is the GNP deflator. അല്ലേ? അപ്പം ഇതിലെന്താ മനസ്സിലാവുന്നത്? ഇത്രയും മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ റേറ്റും പഴയ റേറ്റും തമ്മിൽ ഇത്രത്തോളം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സിമിലർലി വേറൊരൊന്നും പറഞ്ഞിട്ടുണ്ട്. 1994 to 1995 റേറ്റും അതുപോലെ അത് നോമിനൽ റേറ്റും റിയൽ GNP തന്നിട്ടുണ്ട്. അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 337.44 റേറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന റേറ്റ് ആയിരിക്കും അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ്. സോ രണ്ട് രീതിയിൽ നമുക്ക് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാം എന്നതേ നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ. എക്സാമ്പിൾസ് ആയിട്ടൊന്നും പഠിക്കേണ്ട. PIN വെച്ചിട്ടും അതേപോലെ GNP ഡിഫ്ലേറ്റർ വെച്ചും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. സോ ദിസ് ഇസ് അബൌട്ട് വാട്ട് ഇസ് ഇൻഫ്ലേഷൻ ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻഫ്ലേഷൻ. ഈ പോർഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. ഐ ക്യാൻ ക്ലിയർ ഇറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് വി വോണ്ട് ടു ഡിസ്കസ് വാട്ട് ഇസ് ദ കൺട്രോൾ ഓഫ് ഇൻഫ്ലേഷൻ. ഇങ്ങനെയുള്ള ഇൻഫ്ലേഷൻ എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മളിതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും വെച്ചിട്ടാണ് നോർമലി നമ്മൾ കൺട്രോൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അപ്പം മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്തായിരുന്നു? RBI പറഞ്ഞിട്ടുള്ള കുറച്ച് മെഷേഴ്സ്. എന്നാൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫിസ്ക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സേഷൻ പോലുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇൻ ഡീറ്റെയിൽ നമുക്ക് അതിലേക്ക് പോകാം. ദാറ്റ് ഈസ് ദ കൺട്രോൾ ഓഫ് ഇൻഫ്ലേഷൻ. സോ producers gain from inflation because they find that the value of stock continuously appreciate and they can easily sell their goods at higher price. എപ്പോഴും പ്രൊഡ്യൂസേഴ്സിന് എപ്പോഴും ഗെയിൻ ആയിരിക്കും. അവർ സാധനം വാങ്ങിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അവർ വിറ്റ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രൈസ് കൂടും എന്ന വിശ്വാസം അവർക്കുണ്ട്. ബട്ട് ദോസ് ഡിറൈവ് ദ ഇൻകം ലൈക്ക് ഫ്രം സാലറി ആൻഡ് വേജസ്, അവരുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരുമായിരിക്കും. അപ്പോൾ ദിസ് ഇൻഫ്ലേഷൻ വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് ദ പ്രോസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് മാത്രമേ ഇൻഫ്ലേഷൻ സംഭവിച്ചാലുള്ള ഗുണങ്ങൾ കാണുന്നുള്ളൂ. നോർമലായിട്ട് വേജസ് വാങ്ങുന്നവർക്കൊന്നും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം കൺട്രോൾ ചെയ്യും. ദാറ്റ് ഈസ് ടു അവോയ്ഡ് ദിസ് അഡ്വേഴ്സ് എഫക്ട്സ് ആൻഡ് ടു ഹാവ് എ ഫേവറബിൾ എഫക്ട് ദ വേരിയസ് മോണിറ്ററി ഫിസ്ക്കൽ വേജ് ആൻഡ് പ്രൈസ് കൺട്രോൾസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഓർ അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു കീപ് ഇറ്റ് അണ്ടർ ദ കൺട്രോൾ. ഒരു കൺട്രോളിന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ്റും അതുപോലെ RBI എല്ലാം പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു പരിശ്രമത്തിൻ്റെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് അവർ ട്രൈ ചെയ്യുന്നത് ടു റെഡ്യൂസ് ദിസ് ഇൻഫ്ലേഷൻ റേറ്റ്. സോ ഫസ്റ്റ് മെത്തേഡാണ് മോണിറ്ററി മെഷേഴ്സ്, ദെൻ ഫിസ്ക്കൽ മെത്തേഡ്സ്, ദെൻ വേജ് കൺട്രോൾ ആൻഡ് പ്രൈസ് കൺട്രോൾ. അതിൽ നമുക്ക് മോണിറ്ററി കൺട്രോൾ ഓൾമോസ്റ്റ് അറിയാം. RBI ഇമ്പോസ് ചെയ്യുന്ന കുറേ റൂൾസിനനുസരിച്ച് നമ്മളുടെ എക്കോണമി റൺ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ലിബറൽ മോണിറ്ററി പോളിസി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ആസ് എ റിസൾട്ട് ഓഫ് ലിബറൽ മോണിറ്ററി പോളിസി ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ബാങ്കിൽ ക്രെഡിറ്റ് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഇങ്ങനെ ചീപ്പായി കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് സപ്ലൈ ഓഫ് മണിയുടെ സപ്ലൈ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സാധനങ്ങൾ കൂടുതൽ വാങ്ങും, പർച്ചേസിങ് പവർ കൂടും. സോ ദാറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻഫ്ലേഷൻ. സോ ദ പർപ്പസ് ഓഫ് മോണിറ്ററി പോളിസി എന്തായിരിക്കണം? നമ്മൾ ഈ കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകാതെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മേജർ പോളിസിയുടെ ഫങ്ഷൻ. ആൻഡ് ഇറ്റ് റെഡ്യൂസ് ദ സപ്ലൈ ഓഫ് മണി. അവരെന്ത് ചെയ്യും? ആ പ്രൈസ് ഒന്നെങ്കിൽ പ്രൈസ് കൂട്ടും, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി കുറയ്ക്കാനുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യും. സെൻട്രൽ ബാങ്ക്. ആ സെൻട്രൽ ബാങ്ക് അഡോപ്റ്റ് ചെയ്യുന്ന മെഷേഴ്സ് രണ്ട് രീതിയിലുണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്, അതുപോലെ നോൺ ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾഡർ മെത്തേഡ്സ് ആയിരിക്കാം, പണ്ട് തൊട്ടേ മുന്നേ കൊണ്ടുപോകുന്ന മെത്തേഡും. അതുപോലെ നോൺ ട്രഡീഷണൽ, ദാറ്റ് ഈസ് വിച്ച് ആർ ഇമ്പോസ് ഇൻ ടുഡേയ്സ് വേൾഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള മെഷേഴ്സാണ് നോൺ ട്രഡീഷണൽ മെഷേഴ്സ്. അപ്പോൾ ടോട്ടലി നമ്മൾ ഇപ്പോൾ ഇൻഫ്ലേഷനാണ് പറഞ്ഞത്. ഇൻഫ്ലേഷൻ്റെ കൺട്രോളിനുള്ള ഫസ്റ്റ് ടെക്നിക്കാണ് പറഞ്ഞത് മോണിറ്ററി മെഷർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? RBI ഇമ്പോസ് ചെയ്യുന്നു. നമ്മുടെ കൺട്രോൾ കുറച്ചുകൂടെ പ്രോപ്പറാക്കാൻ വേണ്ടി RBI കുറച്ച് റേറ്റ്സുകളിനെല്ലാം മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയും. അത് തന്നെ 2 types ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ട്രഡീഷണൽ ആൻഡ് നോൺ ട്രഡീഷണൽ. So first we will discuss what is traditional measures.
ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പണ്ട് തൊട്ടേ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. ഇൻ വിച്ച് ദ ഫസ്റ്റ് വൺ ഇസ് ബാങ്ക് റേറ്റ്, ദെൻ ദ വേരിയബിൾ റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, എക്സെട്ര. ദെൻ ഇൻ നോൺ ട്രഡീഷണൽ SLR ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ്. അപ്പോൾ ആദ്യം നമുക്ക് മോണിറ്ററിയിലെ ഫസ്റ്റ് ടേം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രഡീഷണൽ, ഇൻ വിച്ച് ദ ഫസ്റ്റ് വൺ ഇസ് ബാങ്ക് റേറ്റ് പോളിസി ഓർ BRP. ബാങ്ക് റേറ്റ് പോളിസി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ. ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, വെൻ ദ സെൻട്രൽ ബാങ്ക് ഫീൽസ് ദാറ്റ് ദർ ഇസ് മോർ സപ്ലൈ ഓഫ് മണി ഇൻ ദ കൺട്രി ഇറ്റ് റേസസ് ദ ബാങ്ക് റേറ്റ്. നമ്മുടെ എക്കോണമിയിൽ ഭയങ്കര കൂടുതലാണ് പൈസയുടെ അവൈലബിലിറ്റി കൂടുതലാണെന്ന് തോന്നുമ്പോൾ ആ സമയത്ത് നമ്മൾ ബാങ്ക് റേറ്റുകൾ കൂട്ടും. സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഓൺ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻക്രീസസ്. ബാങ്ക് റേറ്റിൻ്റെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടി വരും. ദിസ് വിൽ റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് ബൈ ദി പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഫോർ മണി ഡിക്ലൈൻസ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആൾക്കാർ റേറ്റ് കൂടുതലാകുമ്പോൾ നമ്മൾ ലോൺ എടുക്കാനും ഒക്കെ മടിക്കും. ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്, ലോൺസ് എടുക്കുന്ന കുറയ്ക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളെ പർച്ചേസിങ് പവർ കുറഞ്ഞ് വരും. അതാണ് ഫസ്റ്റ് പോളിസി ഓർ ദ മോണിറ്ററി പോളിസി കോൾ ബാങ്ക് റേറ്റ് പോളിസി. സെക്കൻഡ് വൺ ആണ് വേരിയബിൾ റിസർവ് റേഷ്യോ. വേരിയബിൾ റിസർവ് റേഷ്യോന് വേറൊരു പേരുണ്ട്, ദാറ്റ് ഇസ് ക്യാഷ് റിസർവ് റേഷ്യോ. It is a ratio of the reserves kept with the central bank in proportion to the total deposits by a commercial bank. ഞാനിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണെങ്കിൽ ഞാൻ RBIയിൽ എത്രത്തോളം പൈസ കൊടുത്തിട്ടുണ്ടോ അതിന് പകരമായി എന്തെങ്കിലും മാറ്റി വയ്ക്കും നമ്മളുടെ ഗവർണർ RBI നമ്മൾക്കായിട്ട്. ആ ഒരു റേറ്റിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്, ദ വേരിയബിൾ റിസർവ് റേഷ്യോ എന്ന്. So when this ratio is increased, the lending capacity of the commercial bank decreases. CRR കൂടുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ലെൻഡിങ് കപ്പാസിറ്റി കുറയും. ലെൻഡിങ് കപ്പാസിറ്റി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ദർ വിൽ ബി ദ മണി സർക്കുലേറ്റ്സ് ഇൻ ദ എക്കോണമി ഗെറ്റ് റെഡ്യൂസ്. ആൾക്കാർ പുറത്ത് പോകുന്നതൊക്കെ കുറയും. അങ്ങനെ ആ വേരിയബിൾ റിസർവ് റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദ തേർഡ് വൺ ഇസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ.